RSS പ്രവർത്തകൻ സഞ്ജിത്ത് കൊലക്കേസിൽ വിചാരണ തുടരണമെന്ന് സുപ്രീം കോടതി. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി. ഭാര്യയുടെ മുന്നിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സാക്ഷിയായ ഭാര്യ പ്രതിയെ ചൂണ്ടിക്കാട്ടിയെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന ആവശ്യവുമായി സഞ്ജിത്തിന്റെ മാതാവും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. കേസിൽ കക്ഷി ചേരാൻ അമ്മ സുനിത അപേക്ഷ നൽകി. വിവരങ്ങൾ നന്ദഗോപൻ നൽകും. നന്ദൻ, ഈ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു 2022 നവംബർ മാസം 15-ാം തീയതി പുലർച്ചെ RSSന്റെ മണ്ഡൽ ഭൗതിക് പ്രമുഖായിരുന്ന സഞ്ജിത്തിന് നേരെ PFI ഭീകരർ നടത്തിയത്. ഇപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട കേസിൽ സുപ്രീം കോടതി എന്തൊക്കെ നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്? ഗൗതം, 2021 നവംബർ 15-നാണ് ഭൗതിക് പ്രമുഖമായിട്ടുള്ള സഞ്ജിത്തിനെ ഭാര്യയുടെ മുന്നിലിട്ട് ഈ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും തീവ്രവാദികൾ കൊലപ്പെടുത്തുന്നത്. സഞ്ജിത്തും ഭാര്യയും ബൈക്കിൽ സഞ്ചരിച്ച് വരികയും കാറ് കൊണ്ട് ബൈക്കിൽ ഇടിച്ച് അവരെ താഴെ വീഴ്ത്തിയ ശേഷം സഞ്ജിത്തിനെ 5 പേർ ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃക്സാക്ഷി ഭാര്യയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പ്രതികൾ എത്തിയപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുന്നത് കോടതി ജനുവരിയിലേക്ക് മാറ്റിവെച്ചത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. അതായത് ഭാര്യയാണ് പ്രധാന സാക്ഷി. ഭാര്യയുടെ മുന്നിലിട്ടാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയത്. മാത്രമല്ല, പ്രതികളെ കാണിച്ചു കൊടുത്തത് അത് ഭാര്യയാണ്. അതിൽ പിന്നെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത്, ജാമ്യഹർജി പരിഗണിക്കുന്നത് അത് അടുത്ത ജനുവരിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഞ്ജിത്തിൻ്റെ മാതാവ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ കക്ഷി ചേരണമെന്നുള്ളതാണ് ഈ സഞ്ജിത്തിൻ്റെ മാതാവ് സുനിതയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് അവർ വ്യക്തമാക്കുന്നത്, കോടതിയുടെ മുന്നിലേക്ക് അവരൊരു ഹർജി നൽകിയിരിക്കുന്നത് അതിക്രൂരമായിട്ട് തന്നെയാണ് തൻ്റെ മകനെ കൊലപ്പെടുത്തിയത്. അതിന് പിന്നിൽ ഇസ്ലാമിക ശക്തികളാണ്, തീവ്രവാദികളാണ്. പോപ്പുലർ ഫ്രണ്ടുകാർ കൃത്യമായ ഗൂഢാലോചന നടത്തിയാണ് ഈ കുറ്റകൃത്യം ചെയ്തത്. മാത്രമല്ല, രാജ്യത്ത് വിദ്വേഷം അല്ലെങ്കിൽ വർഗീയ സംഘർഷങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരമൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഇത്തരമൊരു ക്രൂരത ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദികൾ നടത്തിയത് എന്നുള്ളതാണ് ഈ ഹർജിയിൽ പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതാണ്. മാത്രമല്ല, നന്ദഗോപൻ, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ ആ നിരോധനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2023 സെപ്റ്റംബർ 28-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ സർക്കുലറിൽ പോലും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കൊലപാതകം ഈ RSS മണ്ഡൽ ഭൗതിക് പ്രമുഖ സഞ്ജിത്ത് വധക്കേസാണ്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഭീകര സംഘടനയെ നിരോധിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തിയതിൽ പോലും ഈ കൊലപാതകം ഇടം പിടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും അത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ. ഗൗതം, തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഈ സഞ്ജിത്തിനോട് അല്ലെങ്കിൽ സഞ്ജിത്തിൻ്റെ കുടുംബത്തോട് ഈ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുടുംബവുമായി ഭാര്യയുമായി ബൈക്കിൽ പോകുമ്പോൾ പിന്നാലെ ഒരു കാറുമായി വന്ന് ആ ബൈക്കിൽ ഇടിച്ച് വീഴ്ത്തുന്നു. ഭാര്യ നോക്കി നിൽക്കെ, കുടുംബം നോക്കി നിൽക്കുകയാണ് അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ കേസിൽ 24 പ്രതികളാണുള്ളത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏതാണ്ട് 5 പേർ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കോടതിയിൽ പുരോഗമിക്കുമ്പോൾ വിവിധ കോടതികൾ, ഹൈക്കോടതി അടക്കം ജാമ്യം നിഷേധിച്ച ഒരു പശ്ചാത്തലത്തിലാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ സമാനതകളില്ലാത്ത ക്രൂരതകൾ തന്നെയാണ് അരങ്ങേറിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കോടതിക്ക് കൂടി ഒരു പക്ഷേ ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലായിരിക്കണം ആ കോടതി ഒരു പ്രധാന നിരീക്ഷണം നടത്തിയത്. അതായത് ഭാര്യ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന സാക്ഷി, ഭാര്യ തന്നെയാണ് കൊലപാതകികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അതിനപ്പുറം ഇനി എന്ത് വേണമെന്നുള്ളതാണ് കോടതി പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകരോട് ചോദിച്ചത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ട ആ ക്രൂരത ഒരുപക്ഷെ സുപ്രീം കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാകും ഉടനടി ഈ ഒരു കേസിലേക്ക് അല്ലെങ്കിൽ കേസിൽ പ്രതികളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ തയ്യാറാകാഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട കേസ് ജനുവരിയിലേക്ക് മാറ്റിവെക്കുവാൻ വേണ്ടി കോടതി തീരുമാനിച്ചതും. മാത്രമല്ല, കോടതിയുടെ ഈ പറയുന്ന നിരീക്ഷണങ്ങളും വളരെ പ്രസക്തമാണ് എന്നുള്ളതുകൊണ്ട് കോടതിക്കും ഒരുപക്ഷെ ഈ കുറ്റകൃത്യം കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ ഒരു വിഷയം, ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ PFIയുടെ ഈ ഒരു കൊലപാതകം, ഈ ക്രൂരകൃത്യം ചർച്ചയായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഇതേപോലെ തന്നെ നിയമ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ക്രൂരതയെപ്പറ്റി വളരെ വിശദാംശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അറിയാമെന്നുള്ളതാണ്. ഒരു ദേശീയ സംഘടനയിൽ പ്രവർത്തിച്ചു എന്നുള്ള ഒരു കാരണത്താൽ തന്നെ, RSSൻ്റെ പ്രവർത്തകനായി എന്നുള്ള കാരണത്താൽ തന്നെ ഒരാളിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അയാളെ ഭാര്യയുടെ മണ്ഡൽ ഭൗതിക് പ്രമുഖ സഞ്ജിത്ത് വധക്കേസിൽ അമ്മ ഇപ്പോൾ ഈ കേസിൽ
കക്ഷി ചേരാൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ ഭീകരന്മാർക്ക്, പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നും അമ്മ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. കേസിൽ PFI ഭീകരന്മാർക്ക് ജാമ്യം നൽകാൻ കോടതിയും തയ്യാറായിട്ടില്ല. ജനുവരിയിലേക്ക് ഈ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.